الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وصارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാണ്. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ധാരാളം സഹോദരികൾ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വിഷമവും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പല ആളുകളും രോഗം കാരണം പ്രയാസപ്പെടുന്നവർ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട 4-5 ആളുകൾ നമ്മിൽ നിന്ന് വഫാത്തായി പോയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കും മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല ആളുകൾക്ക് പാപമോചനവും നരകമോചനവും എല്ലാം നിശ്ചയിക്കുമ്പോൾ ആ ഭാഗ്യവാന്മാരിൽ നമ്മെയും കുടുംബത്തെയും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് ആലി ഇംറാനിലെ 123-124 വചനങ്ങളാണ് ഓതി വെച്ചത്.
വിശുദ്ധ റമദാനിൻ്റെ അവസാന ജുമുഅയിലാണ് നാം ഉള്ളത്. ഇനിയും ഇത്തരം റമദാൻ ലഭിക്കണമെങ്കിൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ ഒരു വർഷം നമ്മിൽ ആർക്കാണ് ആയുസ്സുണ്ടാവുക എന്ന് പറയാവതല്ല. ഇന്ന് പുലർച്ചെ മരണപ്പെട്ട് 10 മണിക്ക് മറവ് ചെയ്യപ്പെട്ട കോഴിക്കോട് ടൗണിൻ്റെ പരിസരത്തുള്ള നമ്മുടെ വേണ്ടപ്പെട്ട സഹോദരൻ, അദ്ദേഹം ഇന്നലെയും നോമ്പെടുത്തു. രാത്രി തറാവീഹിന് പള്ളിയിൽ വന്നു. എല്ലാം കഴിഞ്ഞ് തന്നെ കിടന്നതാണ്. അത്താഴത്തിന് വിളിക്കുമ്പോൾ ആള് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് നമ്മുടെ എല്ലാം അവസ്ഥ. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആരും ഉറപ്പിച്ചിട്ടില്ല റമദാൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. 4ാമത്തെ വെള്ളിയാഴ്ചയും അൽഹംദുലില്ലാഹ് ജുമുഅയിൽ പങ്കെടുക്കാൻ നമുക്ക് അല്ലാഹു തആല അവസരം നൽകി. ഇനി അടുത്ത വർഷം ആർക്കാണ് എന്ന് പറയാവതല്ല. യാത്ര സത്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്. 2 വെള്ളിയാഴ്ചകൾ നാം മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുതുബയിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ ജീവിതം കൊണ്ട് നേടേണ്ടത് റബ്ബിന്റെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തന്നെയാണ്. ഓതി വെച്ച ആയത്താണ് പഠിപ്പിച്ചത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ പോകുവിൻ എന്നാണ്. ധൃതിപ്പെട്ടു വരുവിൻ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. വജന്ന, സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്നാണ്. സ്വർഗം നേടാൻ, പാപമോചനം നേടാൻ ഏറ്റവും നല്ല അവസരമാണ് ലഭിച്ച ദിവസങ്ങളൊക്കെയും. ബാക്കിയുള്ള 3-4 ദിവസങ്ങളും ഏറെ മഹത്വമുള്ള ദിവസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാനാവണം, ജീവിതത്തിൽ ചെയ്തു വെച്ച പാപങ്ങളൊക്കെ പൊറുക്കാൻ ഈ നോമ്പ് നിമിത്തമായിട്ടുണ്ട്. എൻ്റെ നിസ്കാരങ്ങൾ അതിന് നിമിത്തമായിട്ടുണ്ട്. എൻ്റെ റബ്ബിനോട് ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ റബ്ബത് പുറത്തു തരാൻ എന്തെല്ലാമാണോ നിബന്ധനയായി നിശ്ചയിച്ചത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം ഒരു ബോധ്യമുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. ഈ ആയത്തിന് ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം എന്നാണ് 135-ാമത്തെ വചനം. തിന്മകൾ ചെയ്തു പോയാൽ അവർ അല്ലാഹുവിനെ ഓർക്കുന്നു. ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, അങ്ങനെ തങ്ങളുടെ പാപങ്ങൾക്ക് റബ്ബിനോട് പൊറുക്കൽ തേടുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ പൊറുക്കുന്നവനായിട്ടുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ആ തിന്മയിൽ ക്ഷണിച്ചു നിൽക്കുകയുമില്ല. അത്തരം ആളുകൾക്കാണ് പാപമോചനമുള്ളത്, അവർക്കാണ് സ്വർഗമുള്ളത്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്ത്, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും. വജന്നാത്ത്, സ്വർഗ്ഗവും അല്ലാഹു തആല അവർക്കാണ് നിശ്ചയിച്ചത് എന്നാണ്. ആയത്തിൽ ആദ്യം പറഞ്ഞ മഗ്ഫിറത്തിലേക്കും ജന്നത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ വരണമെന്നാണ്. എന്നിട്ട് ചില യോഗ്യതകൾ പറഞ്ഞു. ശേഷം പറഞ്ഞു, ഇവർക്കാണ് മഗ്ഫിറത്ത്, ഇവർക്കാണ് ജന്നത്ത്. ഉലൈക ജസാഉഹും മഗ്ഫിറ, അവർക്കുള്ള പ്രതിഫലമാണ് മഗ്ഫിറത്ത്. അതേപോലെ ജന്നാത്ത്, സ്വർഗം അവർക്കുള്ളതാണ്. നമ്മോട് ആവശ്യപ്പെട്ടത് പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്
വേഗത്തിൽ ധൃതിപ്പെട്ടു വരാനാണ് റബ്ബിന്റെ ആഹ്വാനം. ആ പാപമോചനവും സ്വർഗവും ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഇടയുള്ള ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. റമദാൻ തിരുന്നതിന് മുമ്പായി നമുക്കെല്ലാം ബോധ്യപ്പെടുത്താൻ കഴിയണം, പടച്ച റബ്ബിനെ ജീവിതം മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ഈ റമദാനോടെ എത്തിയത് എന്ന് നമുക്ക് നമ്മെപ്പറ്റി ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആത്മവിമർശനം, ഒരു പുനർവിചിന്തനം വേണമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച അംർ ഇബ്നു ആസിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത പലതുമുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്ന തിന്മകളുണ്ട്, മുമ്പ് ചെയ്ത് നിർത്തിപ്പോയ തിന്മകളുണ്ട്, ഒരുപക്ഷെ ഭാവി ജീവിതത്തിൽ തുടങ്ങാൻ തീരുമാനിച്ച തെറ്റായ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട്. അതേക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയാണ് തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് നിബന്ധന പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ പാപം പൊറുക്കുക എന്നാണ്. ഒന്നാമത്തേത് ഖേദമാണ്. തെറ്റ് ചെയ്തു പോയ റബ്ബേ എന്ന ഖേദമാണ്. തെറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമല്ല. മോശപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയി, മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായി മാറി, ചെയ്യേണ്ട പല ബാധ്യതകളും ചെയ്യാതെ വിട്ടുപോയി, അതിലൊക്കെയുള്ള ആത്മാർത്ഥമായ കുറ്റബോധം, ഒരു ഖേദം, അന്നദാമ, അതാണ് ഒന്നാമത്തെ നിബന്ധനയായി പഠിപ്പിക്കപ്പെട്ടത്. കാരണം വിശ്വാസി തന്റെ തിന്മയെ ഗൗരവമായിട്ടാണ് കാണുക. നബി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു സത്യവിശ്വാസി തന്റെ പാപങ്ങളെ കാണുന്നത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ, ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നവനെ പോലെയായിട്ടാണ് അവൻ കാണുക. ആ പർവ്വതം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന, പൊട്ടിത്തെറിച്ച് താഴോട്ട് എന്റെ തലയിലേക്ക് വീഴാൻ ഓങ്ങി നിൽക്കുന്ന ഒരു പർവ്വതം. ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ എന്തു സമാധാനമാണ് ഉണ്ടാവുക. ഇതെങ്ങാനും തകർന്നു വീഴുമോ, ഇതൊന്നാകെ ഉതിർന്ന് ഈ പർവ്വതം ഒന്നാകെ പൊട്ടിപ്പിളർന്ന് എന്റെ തലയിലേക്ക് വീട് അതിനുള്ളിൽ പെട്ട് ഞാനിതോട് അവസാനിക്കുമോ എന്ന ആശങ്കയോടെ അവിടെ ഇരിക്കാൻ കഴിയാതെ ഓരോ നിമിഷവും മേൽപോട്ട് നോക്കി ആ പർവ്വതം ഇളകുന്നുണ്ടോ, അത് വീഴുന്നുണ്ടോ, രക്ഷപ്പെടണമെന്ന ആ മനസ്സിലാണല്ലോ അത്തരം പർവ്വതങ്ങൾ താഴെ ഇരിക്കേണ്ടി വന്നാൽ ഒരു വിശ്വാസി ഇരിക്കുക. അതുപോലെയാണ് വിശ്വാസി പാപങ്ങളെ കാണുന്നത്. തിന്മകൾ ജീവിതത്തിലുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്, സംശയമേതുമില്ല. 100% നന്മകൾ മാത്രമുള്ളവർ നമ്മിൽ ആരാണുള്ളത്? എമ്പാടും തിന്മകൾ, മോശപ്പെട്ട ഒരുപാട് സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ തന്നെയും. 100% ക്ലിയറാണ് എന്ന് നമ്മിൽ ആർക്കാണ്, നമ്മെ ആരെക്കുറിച്ചാണ് പറയാൻ സാധിക്കുക? എങ്കിൽ ആ തിന്മകൾ നാം കാണേണ്ടത് ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്ന ആ പർവ്വതം ഏത് നിമിഷവും മേലേക്ക് വന്നു പതിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ്. അത്തരം പർവ്വതങ്ങളുടെ കീഴെ ഇരിക്കുന്നവന്റെ മാനസികാവസ്ഥയാണ് പാപങ്ങളെ കുറിച്ചുണ്ടാവേണ്ടത്. ശിർക്ക് ചെയ്യുന്നവർ, ചെയ്തവർ നമ്മിലുണ്ട്. കുഫറിന്റെ വഴി സ്വീകരിച്ചവർ നമ്മിലുണ്ട്. ജീവിതത്തിൽ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് പോയവർ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നവർ ഉണ്ടായേക്കാം. പലിശ വാങ്ങിയവർ, പലിശ കൊടുത്തവർ, കൊള്ള ലാഭമുണ്ടാക്കിയവർ, കൈക്കൂലി വാങ്ങിയവർ, അതേപോലെ മോഷണത്തിന്റെ തെറ്റായ സമ്പാദ്യങ്ങളുടെ പിന്നാലെ പോയവർ, സ്ത്രീധനം വാങ്ങിയവർ, ഹറാമായ സമ്പാദ്യങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചവർ, വിൽക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ വിറ്റ് ലാഭമുണ്ടാക്കിയവർ, അന്യായമായ അന്യന്റെ സ്വത്ത് കൈവശം വെച്ച് പോന്നവർ, അനന്തരാവകാശ സ്വത്ത് അവകാശം കൃത്യമായി ഓഹരി വെച്ച് കൊടുക്കാതെ, വിട്ടുകൊടുക്കാതെ കൈയടക്കി വെച്ച് അതിന് ആദായമെല്ലാം പറ്റിപ്പോന്ന് അതുകൊണ്ടൊക്കെ ജീവിച്ച് ഉഷാറായി പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. കളവ് പറയുന്നവരാണ് നമ്മിൽ പലരും. യേശനി പറയാറുണ്ട്, പരദൂഷണമുണ്ട്, മറ്റുള്ളവരെ പരിഹസിക്കലുണ്ട്, ആക്ഷേപിക്കാറുണ്ട്, പലരെയും പ്രയാസപ്പെടുത്താറുണ്ട്. പല ആളുകളെയും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മെ പേടിച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾ പോലും ഒരുപക്ഷെ അയൽപ്പക്കത്ത്, കുടുംബങ്ങളിൽ എല്ലാം ഉണ്ടാവാം. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവരാണ് നമ്മിൽ പല ആളുകളും. നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവരാണ്. പല നോമ്പുകളും ഓർക്കാൻ
നിസ്കാര ജീവിതത്തിൽ പഴയ കാലത്ത് വിട്ടുപോയവരാണ്. സക്കാത്താവട്ടെ കൊല്ലങ്ങളായി സക്കാത്ത് കൊടുക്കാതെ കടമായി എങ്ങനെ കിടക്കുന്നുണ്ട്, പലരുടെയും വെക്കമുണ്ട്. ഇങ്ങനെ തുടങ്ങി തിന്മകളുടെ ഒരു വലിയ ഘോഷയാത്രയുമായി തന്നെയാണ് നമ്മൾ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്? ഇന്ന് മരിച്ചാൽ ഈ തിന്മകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നവന്റെ മാനസികാവസ്ഥയാണോ നമുക്കുള്ളത്? അതല്ല. ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഒരു തെമ്മാടിയായ മനുഷ്യൻ, തിന്മ ചെയ്യുന്ന തോന്നിവാസിയായ ഒരു മനുഷ്യൻ, അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് തന്റെ മുന്നിലൂടെ ഒരു ഈച്ച പാറിയാൽ എന്താണോ അതിന് കാണുന്ന വില, ആ വിലയെ അല്ലാത്തവൻ തിന്മകൾക്ക് കാണുന്നുള്ളൂവെന്നാണ്. അവന്റെ കൈ കൊണ്ടിങ്ങനെ ഒന്നിങ്ങനെ ആട്ടി ആ ഈച്ചങ്ങ് പോയി. അത്ര ഗൗരവമേ തിന്മക്ക് ഫാജിറായ മനുഷ്യൻ, തോന്നിവാസിയായ മനുഷ്യൻ കാണാറുള്ളൂ എന്നാണ്. തെറ്റ് സംഭവിച്ചാൽ ഇതൊക്കെ എന്താ, ആരാപ്പ ചെയ്യാത്തത്? ആരെല്ലാം തികഞ്ഞത്? ആരാ ഇതൊക്കെ ചെയ്യാത്തത്? ഈ കാലത്ത് എല്ലാവരും അങ്ങനെയല്ലേ? ഈ വഴിയൊക്കെ ആരാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞ് തിന്മയുടെ ഗൗരവം കുറച്ച് കാണിക്കാനാണ് നമ്മുടെ മനസ്സിന്റെ താല്പര്യമെങ്കിൽ ഈമാനിലെ വിശ്വാസത്തിലെ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശ്വാസി കാണേണ്ടത് അങ്ങനെയല്ല. ഒരു വലിയ പർവ്വതം എന്റെ തലയിലേക്ക് ഏത് നിമിഷവും വീഴാതിരിക്കുന്ന പർവ്വതത്തിന്റെ താഴെ ഇരിക്കേണ്ടി വരുന്നവന്റെ മാനസികാവസ്ഥയാണ് തെറ്റുകൾ ചെയ്ത മനുഷ്യനുണ്ടാവേണ്ടത്. അല്ലാത്തവർക്കാണ് വിശ്വാസം ശരിയല്ലാത്ത തെമ്മാടിയായ തോന്നിവാസിയായ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് തന്റെ മൂക്കിന് മുന്നിലൂടെ ഒരു ഈച്ചയെങ്കിൽ മാറി തന്റെ കൈ കൊണ്ട് അതൊന്നങ്ങനെ ആട്ടി അത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് വലിയ കാര്യമായി എടുക്കുന്നില്ല, അത് ഗൗരവമായി കാണുന്നില്ല. അതുപോലെയാണ് ഫാജിറായ മനുഷ്യൻ തന്റെ തിന്മകളെ കാണുക എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഖേദം വേണം. തെറ്റു ചെയ്തു പോയതിൽ ഒരു പശ്ചാത്താപം, ഒരു കുറ്റബോധം തീർച്ചയായും മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ആ കുറ്റബോധമാണ് തൗബയുടെ ഒന്നാമത്തെ കാര്യം. തിന്മയിൽ മാറി നിൽക്കണം. തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്നു, അതിന് വലിയ കാര്യമൊന്നുമില്ല. ആ തിന്മകളൊന്നും മാറി നിൽക്കുന്നില്ല, ഒന്നും ഒഴിവാക്കുന്നില്ല. എല്ലാ വേണ്ടാത്തരങ്ങളും ജീവിതത്തിലുണ്ട്. എന്നാൽ നാവ് കൊണ്ടെങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി എന്ന് അബേ മാപ്പാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ മനസ്സറിയുന്നില്ല ആ തേട്ടം. നാവിൽ മാത്രമാണ് ആ തേട്ടമുള്ളത്. ജീവിത രീതികളിലും യാതൊരു മാറ്റവുമില്ല. തിന്മയിൽ നിന്നൊന്നും അയാൾ മാറി നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. നാവ് കൊണ്ട് അങ്ങനെ ചൊല്ലിപ്പറഞ്ഞു പോകുന്നുണ്ട്. അത് പശ്ചാത്താപമല്ല, അത് സ്വീകാര്യയോഗ്യമല്ല. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, അവസാനിപ്പിക്കണമെന്നാണ്. മൂന്നാമത്, ഇനിയുള്ള ആയുസ്സിനിടയിൽ ആ തെറ്റിലേക്ക് ഞാനില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാകണം. തെറ്റ് ചെയ്തു പോയി ആകെ പ്രയാസമായി, കുറ്റബോധമായി, മനസ്സാക്ഷി കുത്തുണ്ടായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇല്ല റബ്ബേ, ഇനി എന്റെ ജീവിതത്തിൽ ആ വഴിയിലേക്ക് ഞാനില്ല, ഞാൻ മാറുകയാണ്, എന്റെ ജീവിതം മാറുകയാണ് എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ഈ മൂന്ന് നിബന്ധന ഒത്തുകൊണ്ടുള്ള ഇസ്തിഗ്ഫാറാണ്, പാപമോചന പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെടുക. അതല്ലാതെ നാവ് കൊണ്ട് കേവലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവുമില്ല. റമദാനായാലും ശഅബാനായാലും ശവ്വാലായാലും ഏത് മാസവും ഏത് ദിവസവും അവനെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരു യാന്ത്രികമായ ജീവിതമാണ് എങ്കിൽ സഹോദരങ്ങളെ, കാര്യം പ്രയാസമാണ്. അതുകൊണ്ട് നാം നമ്മളെ പറ്റി ആലോചിക്കുക. എനിക്കെന്തെല്ലാം കുറവുണ്ട് എന്ന് എനിക്കാണ് അറിയുക. നമ്മൾ ഓരോരുത്തർക്കും എന്താണ് കുറവ് എന്ന് നമുക്കാണ് അറിയുക. നാം ചെയ്യേണ്ട എല്ലാ ബാധ്യതകളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്നിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നോക്കുക. ഇന്ന സൈഡിൽ എന്താണ് എൻ്റെ കാര്യം, എൻ്റെ സമ്പാദ്യ മാർഗം ഹറാമായ വഴിയുണ്ടോ, അതല്ല ഹലാല് മാത്രമാണ് എന്ന് ബോധ്യമുണ്ടോ എന്ന ഒരു ആത്മപരിശോധന. ലാഭമെമ്പാടുമുണ്ട്, കച്ചവടങ്ങൾ പലതുമുണ്ട്, നല്ല ലാഭമാണ്. പക്ഷേ പലതും പരിശീലനത്തിലാണ്, പലതും കൊള്ള ലാഭങ്ങളാണ്. അഴിമുകൾ പൂഴ്ത്തിവെച്ച് പോരായ്മകൾ മറച്ചു വെച്ചുകൊണ്ടൊക്കെയാണ്
പലതും വിറ്റ് കാശാക്കുന്നത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, മനുഷ്യന്മാരെ പറ്റിച്ചിട്ടാണ് ആ ലാഭമുള്ളത് എങ്കിൽ അത് ലാഭമല്ല, നഷ്ടം മാത്രമാണ്. അത്തരം ലാഭങ്ങളെ എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കുകയും അതുകൊണ്ട് എന്ത് നഷ്ടം വന്നാലും ശരി അത് അല്ലാഹു തആല പകരം നൽകുമെന്ന് ആ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, റഹ്മാനായ റബ്ബിന് വേണ്ടി ആരെങ്കിലും വല്ലതും ഒഴിവാക്കിയാൽ അല്ലാഹു തആല അവന് പകരം അതിനേക്കാൾ ഖൈറായത് നൽകാതിരിക്കുകയില്ല എന്നാണ്. നമ്മുടെ സമ്പാദ്യത്തെ പറ്റി ഒരു ആത്മപരിശോധന, നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് ഒരു ആത്മപരിശോധന, എന്താണ് എൻ്റെ സ്വഭാവം അതേക്കുറിച്ച് ഒരു ആത്മപരിശോധന. എൻ്റെ അയൽവാസിയോട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ കുടുംബങ്ങളോട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെയാണ്, അവിടെയൊക്കെയുള്ള ഒരു ആത്മപരിശോധന അവനവൻ സ്വയം ഒന്ന് പരിശോധിക്കുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്നാണല്ലോ. നിങ്ങളെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക എന്നാണ്. നമ്മൾ നമ്മെ ഒന്ന് വിചാരണ ചെയ്യുക, ഒന്ന് സ്വസ്ഥമായിരുന്ന് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു ശാന്തമായി സ്വസ്ഥമായി എവിടെയൊക്കെ ഇരുന്നിട്ട് ഒരു ആത്മപരിശോധന, സ്വയം ഒരു വിചാരണ നാം ചെയ്തു നോക്കുക. എന്താണ് എൻ്റെ രീതികൾ, എന്തൊക്കെയാണ് എൻ്റെ ചെയ്തികൾ, എന്താണ് എൻ്റെ സ്വഭാവങ്ങൾ? അഹങ്കാരമുണ്ടോ, പൊങ്ങച്ചമുണ്ടോ, വിദ്വേഷമുണ്ടോ, അസൂയയുണ്ടോ, പകയുണ്ടോ തുടങ്ങിയ ദുശ്ശീലങ്ങളൊക്കെ എന്നിലുണ്ടോ എന്ന ഒരു ആത്മപരിശോധന, എല്ലാ രംഗത്തേക്കുമുള്ള ഒരു സ്വയം ഒരു ഇവാലുവേഷൻ, സെൽഫ് ഇവാലുവേഷൻ സഹോദരങ്ങളെ നാം നടത്തി നോക്കുക. അപ്പോൾ മനസ്സിലാകും വിചാരിച്ച പോലെയല്ല. ഒരുപാട് പോരായ്മകൾ ജീവിതത്തിലുണ്ട്, എമ്പാടും തിന്മകൾ ജീവിതത്തിലുണ്ട്, പല ഹറാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല രംഗത്തും കാപ്പട്യമാണ്. ആളുകൾക്ക് മുമ്പിൽ മാന്യനായി നിൽക്കുന്നു, പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, ഖുതുബ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും കാപ്പട്യമാണ്. ഉള്ളിൽ തട്ടിക്കൊണ്ടല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതൊന്നും വില പോവുകയില്ല എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. ആ ഒരു മനസ്സോട് കൂടി അസ്തഗ്ഫിറുല്ലാഹ് റബ്ബേ പൊറുക്കണേ എന്ന് പറയാൻ തയ്യാറാണോ അല്ലാഹു തആല പൊറുത്തു തരുമെന്നാണ് പഠിപ്പിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കുക, wudu ചെയ്തുകൊണ്ട് wudu ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എങ്കിൽ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കാതിരിക്കില്ല എന്നാണ്. സഹോദരങ്ങൾ, ആ മഗ്ഫിറത്ത് ലഭിക്കണം നമുക്ക്. റമദാൻ കഴിഞ്ഞു പോകും മുമ്പ് എല്ലാം പുറത്ത് കിട്ടണം. സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ യോഗ്യതകൾ പടച്ച റബ്ബിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അമലുകൾ ഒരു പക്ഷെ കുറവായിരിക്കാം, അത് റബ്ബിന് അറിയാം. സാഹചര്യങ്ങൾ അനുസരിച്ച് പലർക്കും പല രൂപത്തിലാണ് അമലുണ്ടാവുക. എല്ലാവരും ഒരുപോലെയല്ല. ചിലർ ഫർളുകൾ മാത്രം ചെയ്യും, ചിലർ സുന്നത്തുകൾ കൂടി ചെയ്യാൻ ശ്രമിക്കും, ചിലർ എല്ലാ സുന്നത്തും ജീവിതത്തിൽ പാലിക്കും. അതൊക്കെ ഓരോരുത്തരും സന്ദർഭം സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷെ പടച്ച റബ്ബിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം, മറ്റാരെയും ബോധിപ്പിക്കാനല്ല, ഒരാൾക്ക് മുമ്പിലും നമ്മെ പറ്റി നല്ലത് പറയിപ്പിക്കാനല്ല. എൻ്റെ റബ്ബ് എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കണം. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ നന്മയെ ബോധ്യപ്പെടുത്താൻ തെളിയിക്കണം. അതാണ് സ്വർഗത്തിനുള്ള അടിസ്ഥാന യോഗ്യത. ആ നിലയ്ക്ക് സഹോദരങ്ങളെ ഒരു മാറ്റത്തിന് നമ്മൾ വിധേയമാവുക. സ്വർഗത്തിന്റെ വഴിയിലേക്ക്, പാപമോചനത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുമെന്നാണ്, ധൃതിപ്പെട്ടു വരുമെന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട ഒരു അറബി പോസ്റ്റ് കണ്ടു. ദുനിയാവിലെ എല്ലാ റോട്ടിലും സ്പീഡ് കുറയ്ക്കാനാ പറയുക, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ സ്പീഡ് കൂട്ടാനാണ് അല്ലാഹു തആല പറഞ്ഞത് എന്നാണ്. അതെ, നിങ്ങൾ വേഗത്തിൽ വരൂ, ധൃതിപ്പെട്ടു വരുമെന്നാണ്. ബാക്കി എല്ലാ സ്ഥലത്തും സ്പീഡ് ലിമിറ്റാണ്, കൂടിയ പ്രശ്നമാണ്, ക്യാമറയാണ്, ഫൈനാണ്. എന്നാൽ ഇവിടെ മാക്സിമം സ്പീഡ് കൂട്ടുക. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ, സ്വർഗത്തിലേക്കുള്ള വീതിയിൽ എത്ര വേഗത്തിൽ പോകാൻ കഴിയുമോ അത്രയും വേഗത്തിൽ, ഒരാളെയും കാത്തു നിൽക്കാതെ, ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ അതിവേഗമുള്ള പ്രയാണമാണ് സ്വർഗത്തിന്റെ വഴിയിലേക്ക്. അവരെന്താ വിചാരിക്കാം, ഇവരെന്താ വിചാരിക്കുക, അതൊന്നും നോക്കേണ്ടതില്ല. തൗഹീദ് ബോധ്യമായിട്ടും തൗഹീദ് സ്വീകരിക്കാൻ പലപ്പോഴുമുള്ള മടിയതാണ്. കുടുംബങ്ങൾ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, മഹല്ലി കമ്മിറ്റി എന്ത് പറയും, മരിച്ചാൽ എന്ത് ചെയ്യും, ഖബർ എവിടെ കിട്ടും, അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. അതൊക്കെ ആ വഴിയിൽ വേഗം കുറക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തിന്മയിൽ മാറി നിൽക്കാനുള്ള തടസ്സം പലപ്പോഴും അങ്ങനെയാണ്. പലതും തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആ തെറ്റ് ഒഴിവാക്കിയാൽ പിന്നെ എന്താ സംഭവിക്കുക? ലാഭം കുറയും, വരുമാനം കുറയും, കച്ചവടം പൊളിയും, ആകെ പ്രയാസമാകും. തൽക്കാലം ആ വഴിക്ക് അങ്ങ് പോകാം, കുറച്ച് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന നിർഭാഗ്യവാന്മാരുണ്ട്. അതല്ല, നിങ്ങൾ വേഗത്തിൽ വരൂ, ധൃതിപ്പെട്ട് വരൂ, ഇലാ മഗ്ഫിറ, പാപമോചനത്തിലേക്ക്, അതേപോലെ സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ട്
തൃപ്തിപ്പെട്ട് വരൂ എന്നാണ് അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരാളെയും കാത്തിരിക്കേണ്ടതില്ല, ആരുടെയും തൃപ്തിക്ക് വേണ്ടി കാത്തുനിൽക്കേണ്ടതില്ല. എനിക്ക് സ്വർഗം കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടാവുക. ആ വഴിയിൽ കുടുംബം കൂടെയുണ്ടോ? അൽഹംദുലില്ലാഹ്, സന്തോഷം. അല്ല, അവരാ വഴിക്കില്ല എങ്കിൽ ശരി, എനിക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ. നാട്ടുകാർ മുഴുവൻ നരകത്തിൽ പോയാലും ഞാൻ നരകത്തിലേക്കില്ല. ദുനിയാവ് മുഴുവൻ നരകത്തിലേക്ക് പോയാലും ഞാൻ നരകത്തിലേക്കില്ല. എനിക്ക് സഹിക്കാൻ കഴിയില്ല. നാളെ പരലോകത്തെ വിലാപമുണ്ട്. അന്ന് ആരെ വേണമെങ്കിലും പകരം നൽകാൻ തയ്യാറാണെന്ന് പറയുന്ന രംഗമുണ്ട്. യവദുൽ മുജ്രിമു ലൗ യഫ്തനി മിൻ അദാബി യൗമിൻ ബിബനീഹി. മക്കളെ കൊടുക്കാം, ഭാര്യയെ കൊടുക്കാം, അതേപോലെ സഹോദരങ്ങളെ കൊടുക്കാം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. ഭൂമുഖത്തുള്ള എല്ലാവരെയും കൊടുത്തിട്ടാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, വിലപിക്കുന്ന രംഗമാണ് പരലോകം. പക്ഷേ കല്ലാ ഇന്നഹാ ലളാ നസാഅതൻ ലിശ്ശബാബ് തദ്ഉ മൻ അദ്ബറ വതവല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ കാര്യം അങ്ങനെയല്ല. ഒരാളും പകരം കൊടുത്ത് രക്ഷപ്പെടാവുന്ന ലോകമല്ല അത്. അത് പിന്മാറിപ്പോകുന്നവരെ പോലും വിളിച്ചു കൂട്ടുന്ന, തലയുടെ തൊലിയെ പോലും എരിച്ചു കളയുന്ന ഭയാനകമായ തീയാണ് നരകമെന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തി. ജഹീമാണ്, സഈറാണ്, ജഹന്നമാണ്. അതിശക്തമായ രോദനമുണ്ടാകും നരകത്തിൽ നിന്ന് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. ഓരോ സംഘത്തെ കാണുമ്പോഴും ആ നരകം ഇങ്ങനെ ആർത്തു വിളിക്കുമെന്നാണ്. വലിയ കോപത്തിന് വലിയ ശബ്ദമുണ്ടാക്കിയതായി കാണാൻ കഴിയും നരകത്തെ. കോപം കാരണം പൊട്ടിത്തെറിക്കുമാറ് ആ നരകം ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. ആ നരകത്തിൽ പോയി ചാടുന്ന ഹതഭാഗ്യവാന്മാരായ സഹോദരങ്ങളെ നമ്മൾ മാറാൻ പാടില്ല. രക്ഷപ്പെട്ടേ പറ്റൂ, സ്വർഗത്തിലേക്ക് എത്തിയേ പറ്റൂ. ഇത്രയും പുണ്യമായ ദിവസങ്ങൾ ജീവിക്കാൻ കഴിഞ്ഞിട്ടും ആ വഴിയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇനി എന്നാണ് നമ്മൾ നന്നാവുക? ചീത്ത കൂട്ടുകെട്ടുകൾ നാം ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ നശിപ്പിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കാം. ആ വഴിക്ക് പോകുമ്പോൾ തൽക്കാലം ഒരു രസമാണ് ദുനിയാവിൽ, നല്ല ആസ്വാദനമാണ് ദുനിയാവിൽ. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ, നിയമങ്ങളൊന്നും പാലിക്കാതെ, ഒരാളെയും വകവെക്കാതെ തോന്നിയ പോലെ മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ദുനിയാവിൽ ചെറിയൊരു ആശ്വാസം, ചെറിയൊരു ആസ്വാദനമൊക്കെ ഉണ്ടായേക്കാം. അതിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. ദുഷിച്ച കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെക്കുക. ഞങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമായിരിക്കും. കൂട്ടുകാരൻ മോശമാണോ, നമ്മൾ മോശക്കാരായി മാറും. കൂട്ടുകാർ നല്ലവരാണോ, നമ്മൾ നല്ലവരായി മാറും. നല്ല മനുഷ്യന്മാരുമായി കൂട്ടുകൂടുക, നല്ല സാഹചര്യങ്ങളുമായി ഒന്നിച്ച് ജീവിക്കുക, പള്ളികളുമായി ബന്ധമുണ്ടാക്കുക, നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഇടപെടുക, നല്ല നല്ല കൂട്ടായ്മകളിൽ നമ്മളും അംഗമായി മാറുക. അതല്ലാതെ ദുഷിച്ച കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയാൽ നാശമായി പോകാൻ അധികമൊന്നും സമയമില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തിരിച്ചറിവ്, ഒരു ആത്മപരിശോധന അനിവാര്യമാണ്. സർവോപരി വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിശ്വാസം ശരിയല്ലെങ്കിൽ ബാക്കിയെല്ലാം ശരിയായിട്ടും കാര്യമില്ല. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചുവല്ലോ, തൗഹീദിന്റെ കാര്യം അതിഗൗരവമായി പ്രാധാന്യപൂർവ്വം തന്നെ കാണുക. അതിൽ തകരാറുകൾ സംഭവിച്ചാൽ, പോരായ്മകൾ സംഭവിച്ചാൽ എല്ലാം നഷ്ടമായി മാറും. അതിനാൽ വിശ്വാസം മുറുകെ പിടിച്ച്, തൗഹീദ് മുറുകെ പിടിച്ച് ജീവിതത്തെ എല്ലാ രംഗത്തും കൃത്യമായ ഒരു അടുക്കും ചിട്ടയോടും കൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടത്. അല്ലാതെ റമദാന് മുമ്പുണ്ടായിരുന്ന പഴയ ജീവിതമുണ്ട്, അതിലേക്കുള്ള തിരിച്ചുപോക്കല്ല ശവ്വാൽ
മാസം എന്നത്. പലർക്കും അങ്ങനെയാണ്. തെറ്റായ ദുഷിച്ച ജീവിത രീതിയെ സ്വീകരിക്കുകയും റമദാനാകുമ്പോൾ തൽക്കാലം അതൊക്കെ നിർത്തിവെച്ചു പള്ളികളുമായൊക്കെ ബന്ധം കുറച്ച് കൂടി ആ റമദാൻ കഴിയുമ്പോൾ ആ പഴയതിലേക്ക് മടങ്ങിപ്പോവുക. എങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. വിശുദ്ധ റമദാൻ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്നതിന് അടയാളമായി മുൻഗാമികളൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചത് ശേഷമുള്ള ജീവിതത്തിൽ സ്വാധീനമുണ്ടോ ഇല്ലേ എന്നതായിരുന്നു. ഈ റമദാന്റെ സ്വാധീനം ശേഷമുള്ള ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന് നോമ്പ് സ്വീകരിക്കപ്പെട്ടുവെന്നർത്ഥം. യാതൊരു സ്വാധീനവും ഇല്ല എങ്കിൽ ഇത് കേവലം പട്ടിണിയായി മാറിയിട്ടുണ്ട്, സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മുൻഗാമികൾ അടയാളമാക്കി പഠിപ്പിച്ചത്. റമദാൻ കഴിയുമ്പോൾ എല്ലാ തിന്മകളും പുനരാരംഭിക്കാനല്ല തീരുമാനിക്കേണ്ടത്. ഏതെല്ലാം മാറ്റിവെച്ചോ അതെല്ലാം എന്നേക്കുമായി മാറ്റിവെക്കുക. റമദാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. സുബഹിക്ക് നേരത്തെ എണീക്കാൻ കഴിയുമെന്ന് ഈ റമദാൻ കൊണ്ട് ബോധ്യമായി. അല്ലാത്തപ്പോൾ എത്ര അലാറം വെച്ചാലും പലപ്പോഴും ഉണരാറില്ല, പള്ളിയിലേക്ക് എത്താറില്ല, ജമാഅത്ത് കിട്ടാറില്ല. ഒന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ ഒരു മുണ്ടും പിടിച്ച് നിസ്കരിച്ച് വീണ്ടും കിടന്നുറങ്ങുന്ന സ്വഭാവമുള്ളവർ പോലും 4 മണിക്കും 4:15 ഒക്കെ ഇന്ന് എണീക്കാൻ തയ്യാറായി. ഒരു പാഠം പഠിഞ്ഞു, അത് കഴിയും നമ്മളെ കൊണ്ട് എന്ന്. കഴിയാത്ത പ്രശ്നമൊന്നുമില്ല. അതേപോലെ ത്യാഗം സഹിക്കാൻ കഴിയുമെന്ന് ഈ റമദാൻ പഠിപ്പിച്ച പാഠമാണ്. നോമ്പ് നോറ്റ് നമ്മൾ ഒരാളും സ്വകാര്യമായി ആരും കാണാതെ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളമുള്ളിലേക്കാകുമോ എന്ന ആശങ്കയാണ് പലപ്പോഴും വുളൂ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ ഉണ്ടാകാറുള്ളത്. അല്ലൊരു കാര്യം പറഞ്ഞാൽ നടപ്പാക്കാൻ കഴിയുമെന്ന് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ പഠിച്ച പാഠമാണ്. എങ്കിൽ അത് ഇനി ബാക്കി എല്ലാ രംഗത്തും ഉണ്ടാകണം. ആരെക്കൊണ്ടാ കഴിയുക എന്ന് പല രംഗത്തും ചോദിക്കാറുണ്ടല്ലോ നമ്മൾ. പല തിന്മയും മാറ്റിവെക്കാൻ പറയുമ്പോൾ അതൊക്കെ ആർക്ക് കഴിയും, ഈ കാലത്ത് പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഈ കാലത്ത് ആളുകൾ നമ്മൾ നോമ്പ് നോറ്റത് കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. രാത്രി നിസ്കാരം സാധിക്കുമെന്ന് ഈ റമദാൻ നമ്മെ പഠിപ്പിച്ചു. ദീർഘമായി നിൽക്കാൻ ഫർളല്ലാഞ്ഞിട്ട് പോലും നമ്മളൊക്കെ പള്ളിയിലേക്ക് എത്തി. ഫർളിന് പോലും സാധാരണ എത്താത്ത ആളുകൾ പോലും ഫർളല്ലാത്ത സുന്നത്തായ നിസ്കാരത്തിന് ജമാഅത്തായി പള്ളിയിലെത്തി, പൂർണ്ണമായും നിസ്കരിച്ചു. പകുതിയിൽ പോകാൻ അനുവാദമുണ്ട്, 2 നിസ്കരിക്കാൻ അനുവാദമുണ്ട്, 4 നിസ്കരിക്കാൻ അനുവാദമുണ്ട്. എന്നിട്ടും ഒരാളും പോയില്ല. ഇമാമ നിസ്കരിക്കുന്നത് മുഴുവൻ കൂടെ നിന്ന് നിസ്കരിച്ചു. ഇമാമ ദീർഘമായി ഖുർആൻ ഓതി. നമ്മളൊക്കെ ക്ഷമയോടെ അവിടെ കാത്തുനിന്നു. അതെല്ലാം നമ്മൾ ആത്മാർത്ഥമായി ഏറ്റെടുത്തു. സാധിക്കുമെന്നാണ് അതറിയിക്കുന്നത്. ഖുർആനുമായി ബന്ധമുണ്ടാക്കി. അതല്ലാത്തപ്പോൾ എത്രയാണോ ഖുർആനുമായുള്ള ബന്ധം, അതിനേക്കാളേറെ കുറച്ചുകൂടെ ഖുർആനുമായി ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. ദാനധർമ്മങ്ങൾ കുറച്ചൊക്കെ ചെയ്തു, അൽഹംദുലില്ലാഹ്. അപ്പൊ എന്തിനും കഴിയും, ഒരു മനസ്സ് വെച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല എന്ന പാഠമാണത്. അതുകൊണ്ട് ഇനി ഈ മാസം കഴിയുമ്പോൾ പിന്നെ പഴയ അവസ്ഥയ്ക്ക് പോയി ജമാഅത്തിലൊക്കെ പള്ളി പോയാണോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. സുന്നത്തായ നിസ്കാരത്തിന്റെ ജമാഅത്തിന് എത്തിയ നമുക്ക് പിന്നെ ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്തിന് എത്താൻ കഴിയില്ല എന്നോ അത് പറയാവതല്ല. ഒരു മാസം നോമ്പ് നോറ്റ് നമുക്ക് പിന്നെ ഒരു മാസത്തിൽ ഇനി 1, 2, 3 ദിവസമൊക്കെ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയില്ല എന്നോ അത് പറയാൻ പറ്റില്ല. നോമ്പെടുക്കാൻ കഴിയും. നമുക്ക് എല്ലാ മാസത്തിലും ഒരു 3 നോമ്പെടുക്കാൻ നമുക്ക് തീരുമാനിക്കാൻ എന്താ പ്രയാസമുള്ളത്? ഈ മാസം മുഴുവൻ നോട്ട് നമുക്ക് ഇനി എല്ലാ മാസവും 3 നോമ്പെടുക്കാൻ പ്രയാസമേതുമില്ല. 3 നോമ്പെടുത്താൽ 10 ഇരട്ടി പുണ്യമാണ്, 30 പുണ്യമാണ്. സഹോദരങ്ങളെ, ആ നിലയ്ക്കുള്ള ഒരു തിരിച്ചറിവ് ഈ റമദാനിലൂടെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ മാസം കണ്ട് പെരുന്നാളായി എന്ന് കേൾക്കുമ്പോൾ എല്ലാം തച്ചുടച്ചു പോകുന്ന ഈ ഒരു മാസം ഉണ്ടാക്കി മുഴുവനും എല്ലാം നശിപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് തകർത്തെറിഞ്ഞു പോകുന്ന നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു തആല ഉദാഹരണം പോലും പറഞ്ഞു, നിങ്ങൾ വലാ തകൂനു കല്ലത്തി നഖദത് ഗുസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ എന്നാണ്. ഒരു വസ്ത്രം നെയ്തെടുക്കുന്ന ഒരു പെണ്ണ്, ഒരു തുണി, ഒരു വസ്ത്രം നെയ്തുണ്ടാക്കുന്ന ഒരു പെണ്ണ്, അങ്ങനെ നെയ്ത് അത് ഏതാണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ അതൊന്നാകെ പിച്ചിപ്പറിച്ച് നശിപ്പിക്കുന്നവളെ പോലെ നിങ്ങളാകാൻ പാടില്ല എന്നാണ്. അതുവരെ ചെയ്തിട്ട് അവസാനം അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുക. പെരുന്നാളിൽ ഒറ്റ ടൂറ്, അതോടെ എല്ലാം കഴിഞ്ഞു. ആ ടൂറിൽ എല്ലാം കഴിഞ്ഞു. അതല്ല സഹോദരങ്ങളെ നമ്മൾ
അന്ന് കൂത്താടി, കൂട്ടുകാരൊപ്പം കൂടി എല്ലാ അനാവശ്യവും ഇടപെട്ട് മദ്യപിച്ച് ലക്കുകെട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് എല്ലാ അനാവശ്യം ചെയ്തുകൊണ്ടാണ് പെരുന്നാളിന് ടൂർ നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ ഈ ബാക്കി ദിവസം നോമ്പ് നോക്കണമെന്നില്ല, കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വസ്ത്രം വാങ്ങുമ്പോൾ ഇസ്ലാമികമായ മര്യാദ പാലിക്കാത്ത വസ്ത്രമാണ് ഇപ്പോൾ തന്നെ വാങ്ങി വെച്ചത് എങ്കിൽ നിര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്. ശരീരഭാഗം പുറത്തു കാണുന്ന വസ്ത്രം പാടില്ലാത്ത കാര്യമാണ്. അവിടുത്തെ മറിയാത്ത വേഷം ആണിനും പെണ്ണിനും പാടില്ല എന്നാണല്ലോ. പുരുഷന്മാരെ ആകർഷിക്കുന്ന വേഷങ്ങൾ സ്ത്രീകൾക്ക് പരസ്യമായി ധരിക്കാവതല്ല. അതൊന്നും പാലിക്കാത്ത വസ്ത്രമാണ് ഇപ്പോൾ തന്നെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചത്. എന്തിന്? റമദാൻ 29 മാസങ്ങളിലായി 30 പൂർത്തിയായാൽ പിറ്റേന്ന് ധരിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചതാണെങ്കിൽ പിന്നെ ഈ നോമ്പ് എന്ത് സ്വാധീനമാണ് നമ്മിൽ ഉണ്ടാക്കിയത്? മാറ്റിവെച്ച എല്ലാ തിന്മയും റമദാൻ കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ആരംഭിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ മാറ്റിവെച്ചത്? മാറ്റിവെച്ചതല്ല, ഒഴിവാക്കിയതല്ല, തൽക്കാലം അല്ലാഹനെ പറ്റിക്കുന്ന ഏർപ്പാടാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രയോജനമേതുമില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു ശരിയായ കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ മാറേണ്ടത്. പെരുന്നാൾ ആഘോഷമാണ്, അതിൻ്റെ കൂടെ അള്ളാഹു നിശ്ചയിച്ചത് അന്ന് പ്രത്യേകമായ ഒരു ആരാധന കൂടിയായിട്ടാണല്ലോ. പാഠമുണ്ടത്. ഒരു മാസം നോമ്പ് നോറ്റവർ പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഒരുമിച്ച് കൂടണം പെരുന്നാൾ നിസ്കാരത്തിൽ നിന്നാണ്. അത് നബിതങ്ങൾ നിശ്ചയിച്ചത് പള്ളി അല്ലാത്ത സ്ഥലത്ത് ആവട്ടെ എന്ന. പള്ളി അല്ലാത്ത സ്ഥലത്ത് മദീന പള്ളിക്ക് 1000 ഇരട്ടി പുണ്യമുണ്ട്. ഒരു നിസ്കാരത്തിൽ 1000 നിസ്കാരത്തിന് കൂലി കിട്ടും മദീന പള്ളി. എന്നിട്ട് പോയി നബിതങ്ങൾ ആ മദീന പള്ളി ഒഴിവാക്കി പുറത്ത് മൈതാനത്തേക്ക് ഇറങ്ങി എല്ലാവരോടും വരാൻ പറഞ്ഞു. ആണും പെണ്ണും കുട്ടികളും എല്ലാവരും വരട്ടെ. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി സ്ത്രീ പറയുന്നു, കുന്നാ നുഅ്മറു അൻ നുഖ്രിജൽ ഹുയ്യല വലവാതിൽ ഖുദൂർ. ആർത്തവമുള്ള സ്ത്രീകളെ പോലും കൊണ്ടുവരാൻ നബി അങ്ങോട്ട് കൽപ്പിച്ചു. കൂടാരങ്ങളിൽ കൂടുന്ന, പുറത്തിറങ്ങാത്ത, ഒന്നിനും പുറത്തേക്ക് പോകാതെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകളെ പോലും കൊണ്ടുവരാൻ നബി അങ്ങോട്ട് കൽപ്പിച്ചു. എല്ലാവരും വരട്ടെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും, സ്ത്രീകളും കുട്ടികളും ഒന്നടങ്കം വന്നു. അപ്പൊ സ്വാഭാവികമായും ആർത്തവമുള്ള സ്ത്രീകൾ വരുമ്പോൾ പള്ളിയിൽ പറ്റില്ല, പുറത്താവട്ടെ മൈതാനത്ത്. എല്ലാവരും സംഗമിക്കുക. ചില സ്ത്രീകൾക്ക് അന്ന് വസ്ത്രമുണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. ഒന്നാകെ അവിടുത്തെ മറക്കാൻ പറ്റിയ വസ്ത്രമില്ല. ഒരു സ്ത്രീ നബിയോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഇസ്ലാമികമായി ധരിക്കാവുന്ന വേഷം, വസ്ത്രം ഞങ്ങൾ ചിലർക്കില്ല നബിയെ, എന്ത് ചെയ്യും അവർ? കാരണം നബിയുടെ ആഹ്വാനമാണ് എല്ലാവരും വരണമെന്ന്. കൃത്യമായി അവിടുത്തെ മടക്കാൻ വസ്ത്രമില്ലാത്തൊരു നബിയെ അവരെന്ത് ചെയ്യും? നബി ഞങ്ങളെ മറുപടി, ഒന്നിൽ കൂടുതൽ വസ്ത്രമുള്ള സ്ത്രീകൾ തൽക്കാലം ഒരു വസ്ത്രം അവൾക്ക് ധരിക്കാൻ കൊടുക്കട്ടെ, എന്നിട്ട് അവർ വരട്ടെ എന്നാണ്. വായ്പ വാങ്ങട്ടെ എന്നർത്ഥം. ജേഷ്ഠത്തിക്കൊണ്ട് വസ്ത്രം, അയൽവാസിക്കൊണ്ട് വസ്ത്രം എങ്കിൽ അവിടെ നിന്ന് തൽക്കാലം വാങ്ങി ധരിച്ചിട്ടെങ്കിലും അവർ വരട്ടെ. മുസ്ലിമീങ്ങളുടെ സംഗമത്തിൽ അവരും ഭാഗവാക്കാവട്ടെ. ആ പ്രാർത്ഥനയിൽ അവരും ഒരുമിച്ച് കൂടട്ടെ. ആ ഖൈറുകൾ അവർക്ക് ലഭിക്കട്ടെ. നിസ്കാര സമയത്ത് ആർത്തവകാരികൾ മാറി നിൽക്കട്ടെ. അവർ നിസ്കരിക്കണ്ട, എന്നാൽ ഉപദേശം കിട്ടും അവർക്ക്. ആ ഖൈറിൽ ഭാഗവാക്കാം അവർക്ക്. ആ നന്മയുടെ സംഗമത്തിൽ അവർക്കും പങ്കാളികളാവാമെന്നാണ് നബി തങ്ങൾ നൽകിയ നിർദ്ദേശമെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നു. നമ്മളും ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം പള്ളിയുടെ അപ്പുറത്തുള്ള ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നബിയുടെ സുന്നത്ത് പ്രകാരം നാം നിർവഹിക്കുക. രാവിലെ 7:30 പെരുന്നാൾ ദിവസം രാവിലെ 7:30 ഇൻഷാ അല്ലാഹ് നാം ഇവിടെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 2 നിസ്കാരവും ഒരു ചെറിയ ഉപദേശവും അതാണ് പെരുന്നാൾ ജുമുഅ എന്നുള്ളത്. എല്ലാവരും വരണം, എല്ലാവരും വരിക. കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക. നേരത്തെ എത്തുന്നു, ഒരുങ്ങി തയ്യാറായി നേരത്തെ എത്തിയാൽ കൃത്യസമയത്ത് തന്നെ നമുക്കത് ആരംഭിക്കാൻ കഴിയും. അതേപോലെ ഫിത്ർ സക്കാത്ത് റമദാൻ പൂർത്തിയാകുമ്പോൾ ബാധ്യതയുള്ള ഒന്നാണ്. നോമ്പ് നോറ്റ് പൂർത്തിയാകുമ്പോൾ നൽകേണ്ടുന്ന ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാളിൻ്റെ അന്ന് തൻ്റെ കുടുംബത്തിനും തനിക്കും ഭക്ഷിക്കാനുള്ള വക കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ കൊടുത്തോളണം. ചില ആൾക്ക് ധാരണയുണ്ട്, നമ്മളൊക്കെ ഫിത്ർ സക്കാത്ത് വാങ്ങേണ്ടവരാണ്, വാങ്ങേണ്ടതായിരിക്കാം, പക്ഷേ ചിലപ്പോൾ കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാവും. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് കഴിച്ചു ബാക്കിയുണ്ടോ എങ്കിൽ കൊടുത്തോളണം. അതാണ് അതിൻ്റെ മാനദണ്ഡം. അത് പൈസക്കാർക്ക് മാത്രമല്ല, അത് വേറെ, അത് സമ്പത്തിൻ്റെ സക്കാത്തുണ്ട്. ഇത് ശരീഅത്തിലെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്.
ഈ ശരീരത്തിന് ഒരു നന്ദിയായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചതാണ് ഫിത്ർ സക്കാത്ത്. അത് അന്ന് ജനിച്ച കുട്ടിക്ക് പോലും വേണം. റമദാൻ അവസാനത്തെ രാത്രി പെരുന്നാളിന്റെ സുബഹിന്റെ സമയത്ത് ഭാര്യ പ്രസവിച്ചു, ആ കുട്ടിക്ക് പോലും ഫിത്ർ സക്കാത്ത് നൽകണം. എല്ലാവർക്കും ഉള്ളതാണത്. അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി അർഹനിലേക്ക് എത്തുകയും വേണം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് ആവുകയില്ല. നിസ്കാരത്തിന് മുമ്പ് അർഹരായ ആളിലേക്ക് എത്തണം. നബി തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന് മുമ്പ് നൽകിയാൽ അത് സക്കാത്താണ്, അതിന് ശേഷമായാൽ അത് കേവലം സ്വതക്കയുമാണ്, സക്കാത്താവുകയില്ല. വേണമെങ്കിൽ റമദാൻ 29 കൊടുക്കാം, 28 കൊടുക്കാം, 27 കൊടുക്കാം. 1, 2, 3 ദിവസം മുമ്പൊക്കെ സ്വഹാബിമാർ പലരും നൽകിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒന്നിച്ചു കൂടി നൽകാൻ സംവിധാനമുണ്ട് നമ്മുടെ പള്ളിയിൽ. വേണമെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറാം. നമ്മുടെ പള്ളിയിൽ ഒന്നിച്ച് ശേഖരിക്കുന്നുണ്ട്. ഒരാളുടെ വിഹിതം 4 മുദ്ദാണ്. 2 കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വാരിയാൽ കിട്ടുന്നതാണ് 1 മുദ്ദ്. അത്തരം 4 മുദ്ദ്, അതാണ് ഒരാളുടെ വിഹിതം, ഒരാൾ തനിക്ക് വേണ്ടി കൊടുക്കേണ്ടത്. വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ ഈ 4 മുദ്ദ് വെച്ച് കൊടുക്കുക. നമ്മൾ കണക്കാക്കിയത് ഏതാണ്ട് ഒരു 2.25 കിലോ, 2.200, അതൊക്കെയാണ് 4 മുദ്ദ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ ആ തോത് വെച്ചുകൊണ്ടാണ് നമ്മൾ നൽകേണ്ടത്. 100 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചത്. ഇവിടെ എല്ലാവരും അരി കൊണ്ടെന്നാൽ വ്യത്യസ്തമായ അരിയായിരിക്കും. അപ്പം എല്ലാവരും പണമേൽപ്പിക്കുന്നു, ആ പണം കൊണ്ട് നാം ഒന്നിച്ച് അരി വാങ്ങുന്നു. എന്നിട്ട് സാധുക്കൾക്ക്, അർഹരായ ആളുകൾക്ക് നാം അത് വിതരണം ചെയ്യുന്നു. മിസ്കീന്മാർക്കാണ് കൊടുക്കേണ്ടത്, മിസ്കീന്മാർക്കാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്നുകിൽ നേരിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അയൽപക്കത്തോ കുടുംബങ്ങളിലോ ഒക്കെ അങ്ങനെ മിസ്കീന്മാരുണ്ട്, നമ്മൾ നേരിട്ട് നൽകാം. ഇവിടെ സംവിധാനമുണ്ട് എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ വീട്ടിൽ ആളുകളെ എണ്ണം നോക്കി 100 രൂപ തോതിൽ ഇവിടെ ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് അർഹരായ ആളുകളിലേക്ക് ആ പറയപ്പെട്ട സമയത്ത് തന്നെ വിതരണം ചെയ്യാൻ ഇവിടുത്തെ കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നേരെ നൽകുകയും ചെയ്യാം. ഒരു പക്ഷേ ഫിത്ർ സക്കാത്ത് വാങ്ങുന്ന ഒരാളും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വന്നേക്കാം. വാങ്ങുന്ന ആൾ കൊടുക്കാൻ പാടില്ല എന്നില്ല, വാങ്ങിയ ഒരാൾക്കും കൊടുക്കാൻ ബാധ്യത ഉണ്ടാകും. ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകണം. സമ്പത്തിന് സക്കാത്ത് നൽകാൻ ബാധ്യതയുണ്ടെങ്കിൽ അതും വേണം നൽകുക. അങ്ങനെ എല്ലാ നന്മയിലും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം. ജീവിതത്തിലൊരു മാറ്റമാവണം ഈ റമദാൻ, ഒരു മാറ്റമാവണം ഈ നോമ്പ്. സ്വർഗത്തിലേക്ക് എത്തിയിട്ടേ ഇനി ഇത് അവസാനിക്കാവൂ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഈ സാരിഉ എന്ന് പറഞ്ഞ, വേഗത്തിൽ വരൂ എന്ന് പറഞ്ഞ ആ സഞ്ചാരം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള സഞ്ചാരമാണ്. സ്വർഗത്തിൽ ചെന്ന് കാലുകുത്തുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് സമാധാനമാവേണ്ടത്. അതിന് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിത്തമായി മാറട്ടെ. അപ്പോൾ നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ പാപികളാണ്, സാധുക്കളാണ്, ഒരുപാട് വേണ്ടത്തരങ്ങൾ ജീവിതത്തിലുള്ളവരാണ്. റഹ്മാൻ റബ്ബിൻ്റെ ഫദ്ല് മാത്രമാണ്, അവൻ്റെ റഹ്മത്ത് മാത്രമാണ് പ്രതീക്ഷിക്കാൻ വകയുള്ളത്. അല്ലാഹു തആല അവൻ്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.